ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് അറിയാമോ? സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹൈബ്രിഡ് ക്യാമ്പസ്. സൗത്ത് ഇന്ത്യ എന്ന് പറയണ്ട, നമ്മുടെ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം സവിശേഷതകളുള്ള ഒരു ഹൈബ്രിഡ് ക്യാമ്പസ് മറ്റൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ സൈലത്തിന്റെ കാലിക്കറ്റ് ഹൈബ്രിഡ് ക്യാമ്പസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ക്യാമ്പസിന്റെ സവിശേഷതകൾ എന്നും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പസിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നേരിട്ട് മനസ്സിലാക്കാം. സോ കം ഓൺ. അപ്പൊ നമ്മുടെ ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങളെ വളരെ ഊഷ്മളമായ സ്മൈലോട് കൂടി സ്വീകരിക്കാൻ ഇതാ നമ്മുടെ റിസപ്ഷനിസ്റ്റുകൾ ഇവിടെ റെഡിയാണ്. അവരുടെ അടുത്ത് നിങ്ങളുടെ കൺസേൺ എന്താണോ, നിങ്ങൾ എന്തിനാണോ ഇവിടെ വന്നത്, അത് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അഡ്മിഷന് വന്നവർക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മളിവിടെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അഡ്മിഷൻ യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. സോ അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് തുടക്കത്തിൽ തന്നെ നമ്മുടെ ടീം ഇവിടെ സെറ്റ് ആണ്. നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ എൻറ്റയർ പ്രോസസ്സ് സ്മൂത്ത് ആകാനായിട്ട് എല്ലാ ഓഫീസസും ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. അതായത് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള. ഇനി നിങ്ങൾ വന്ന് ഒരുപാട് തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് ഇതാ ഇവിടെ നമ്മൾ നല്ലൊരു വെയിറ്റിംഗ് ലോഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അഡ്മിഷൻ ഓഫീസേഴ്സ് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻസും കൺസേൺസും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് നടക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്താ പറയുക അഡ്രസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ വെൽഫെയർ ഓഫീസേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഫാക്കൽറ്റി മാനേജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഇരിക്കുന്നത് ഈ ഒരു ഫ്ലോറിൽ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഏറ്റവും അധികം സവിശേഷതകളുള്ള ഡെയിലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസ് എന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ മക്കൾക്കായിട്ട് ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ സ്റ്റുഡൻസിനായിട്ടുള്ള അപ്ഡേറ്റ്സ്, അതുപോലെ സൈലത്തിന്റെ പുതിയ പ്രോഗ്രാംസ്, പുതിയ കോഴ്സ്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമുക്കിതാ ഇവിടെ ഒരു മെയിൻ റിസപ്ഷനും കൂടി ഉണ്ട്. ഇവിടെയും നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ നമ്മുടെ മിനിമാർട്ടും ഫുഡ് കോർട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊന്ന് പോയി കണ്ടറിയാം. അപ്പൊ മക്കൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക്. ഇവിടെയാണ് നിങ്ങളുടെ ഫുഡ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ആകുമ്പോഴേക്കും നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ ഇവിടേക്ക് എത്തിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒന്നുമില്ല, വന്ന പാടെ തന്നെ കഴിക്കാനായിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇന്ന് എന്താണ് കറി? ഇന്ന് ഫിഷ് ആണ്. അപ്പൊ ഫിഷ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, റൈസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആണ്. അപ്പൊ മക്കൾ വരുന്നു, ലഞ്ച് കഴിക്കുന്നു. പിന്നെ നമുക്ക് മുകളിൽ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്ത് വെക്കാനുള്ള വാഷ് ഏരിയ ഉണ്ട്. ഇത്രയും വിശാലമായ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ നിങ്ങൾക്കായി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മക്കൾക്കും തന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മുടെ മിനി മാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കൊരു മധുരം, ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് നമ്മുടെ മിനി മാർട്ട് ഉണ്ട് ഇവിടെ. മിനി മാർട്ടിൽ ചോക്ലേറ്റ്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. ഇനി എന്തെങ്കിലും ഓക്കെ നിങ്ങളുടെ സ്റ്റേഷനറി ഐറ്റംസോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, എവറിഥിങ്, സോപ്പ്, ചീപ്പ്, കണ്ണാടി എന്ന് വരെ നമ്മൾ പറയില്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ മിനി മാർട്ടിൽ അവൈലബിൾ ആണ്. മക്കൾക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതായത് ഷാംപൂസ് ആവട്ടെ, ഓയിൽസ്, സോപ്സ്, ഫേസ് വാഷസ്, എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഉണ്ട്. പിന്നെ ഇനി നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ വന്നാൽ ഫ്രണ്ട്സിന് ചോക്ലേറ്റ്സ് മേടിച്ചു കൊടുക്കണമെങ്കിൽ ചോക്ലേറ്റ് ബോക്സസ് നമുക്കുണ്ട്. ഡെയിലി യൂസിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മിനി മാർട്ടിലുണ്ട്. പിന്നെ അത്യാവശ്യം സ്നാക്സ്, ബിസ്ക്കറ്റ്സ് എല്ലാം ഒരുവിധം നമ്മൾ ഒരു സെലക്ടഡ് റേഞ്ച് ഓഫ് സ്നാക്സ് ഇവിടെ വെച്ചിട്ടുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ബിസ്ക്കറ്റ്സ് ഉണ്ട്, ഒരുവിധം എല്ലാ ബ്രാൻഡിന്റെയും ബിസ്ക്കറ്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട മാട്രസ്, ബെഡ്, മാട്രസ് ഒക്കെ നിങ്ങൾ കൊണ്ടുവരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാട്രസും നിങ്ങൾക്ക് മിനി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു ഡ്രിങ്ക് ഒക്കെ ഇടയ്ക്ക് ചൂടൊക്കെ അല്ലേ, ഒരു തണുത്ത ഡ്രിങ്ക് ഒക്കെ കുടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ അഗെയിൻ പറഞ്ഞതുപോലെ സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ടുള്ള പെന്ന്, നോട്ട്ബുക്സ് അല്ലെ, തുണിയൊക്കെ വാഷ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഇവിടെ ക്യാമ്പസിലുണ്ട്. നമ്മുടെ മിനി മാർട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ സെഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഗേൾസിന് നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആവശ്യം വരും. സാനിറ്ററി പാഡ്സ് ഒക്കെ പെട്ടെന്ന് ആവശ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മന്തിലെ യൂസിനായിട്ടുള്ളത് നേരത്തെ തന്നെ നിങ്ങൾക്ക് വന്ന് മിനി മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ബ്രേക്കിന്റെ സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഒരു രീതിയിലും നിങ്ങൾക്ക് ക്യാമ്പസിൽ നിന്ന് പുറത്ത് പോവാതെ തന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇവിടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഒരു നല്ലൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ മിനി മാർട്ട്. മിനി മാർട്ട് എന്ന് വിളിക്കാൻ പറ്റില്ല, ശരിക്കും ഇതൊരു ബിഗ് മാർട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് അഡ്മിഷൻ എടുത്ത് വന്നവരാണ്, അതായത് ഒന്നും നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ബേസിക് സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എന്നാൽ ഞാൻ നോക്കായിരുന്നു, വെറും 300 രൂപയ്ക്കാണ് നല്ല ബെഡ്ഷീറ്റും
പില്ലോ കവേഴ്സും പിന്നെ അതുപോലെ തന്നെ മഗ് ആവട്ടെ, ബക്കറ്റ്, മഗ്, പ്ലേറ്റ്, സ്പൂണ്, ഗ്ലാസ്, അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ മിനിമാർട്ടിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാണ്. അത് ഇവിടെ ഒരു എക്സ്ട്രാ പ്രൈസും ഒന്നുമില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. ഇനി ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതാ ഐസ്ക്രീംസ് ഒക്കെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഇവിടെ വരുന്ന മക്കൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുക. ബിക്കോസ് നമ്മൾ പഠിക്കാനാണ് വന്നത് ശരിയാണ്, പക്ഷേ നമ്മൾ നമ്മുടെ ഇവിടുത്തെ നല്ലൊരു എന്താ പറയുക നമ്മുടെ സ്റ്റേ എൻഷുർ ചെയ്യാന്നുള്ളത് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലാസ് ഉണ്ടോ? ഓക്കെ, ബൈ, സി യു. അപ്പൊ നോക്ക്, നമ്മുടെ ടീച്ചേഴ്സ് അടക്കം എല്ലാവരും മിനിമാർട്ടിന്റെ ഫാൻസ് ആണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഡെയിലി ബേസിസിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട്. സോ നമ്മുടെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്റ്റാഫിനും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള മിനിമാർട്ട് തന്നെയാണ് ഇത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടു. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ 5th ഫ്ലോറിലേക്കാണ്. നമുക്കറിയാം നമ്മുടെ 5 നിലകളിലായിട്ടാണല്ലോ നമ്മുടെ ക്യാമ്പസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 5ാമത്തെ നിലയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പോയി കണ്ടു മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഈ എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രിയിൽ മക്കൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഈ സ്ട്രെസ്സും പ്രഷറും ടെൻഷനും ഒക്കെ അല്ലെ. അതുപോലെ തന്നെ ടീച്ചേഴ്സ് വരുന്നു, കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പോകുന്നു, കണ്ടിന്യൂസ് ആയിട്ട് മക്കൾ ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഇത് തന്നെയായിരുന്നു സംഭവം. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഒരു മാറ്റം വരുത്തിയത് സൈലമാണെന്ന് തോന്നുന്നു. കാരണം എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ടീച്ചർ ഫ്രണ്ട്ലി, അതായത് ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വളരെ 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 റെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും മക്കൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ രീതിയിൽ, ഏറ്റവും ഹാപ്പി ആയ രീതിയിൽ ഇവിടെ പഠിച്ചു പോകാനായിട്ടുള്ള സൗകര്യം ഒരുക്കി തരുന്നവരാണ്. അത്രയ്ക്കും വളരെ വൈബ്രന്റ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്രൗഡാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ഓൺലൈൻ ടീച്ചേഴ്സിന്റെ ലോഞ്ച് ആണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വൈബ്രന്റ് ഗ്രൂപ്പ് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ മക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലൊരു അവസരം എനിക്ക് തോന്നുന്നില്ല. എൻട്രൻസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ഷുഡ് ബി ഡൂയിങ് അണ്ടർ പ്രഷർ. നിങ്ങൾ വളരെ ഹാപ്പി ആയി, എനർജറ്റിക് ആയി, പോസിറ്റീവായിട്ട് പഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ് ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ. അത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ ടീം ഫുൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ അവസരം എല്ലാവരും നല്ല പോലെ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ഹൈലി ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ് ഇരിക്കുന്ന ഫാക്കൽറ്റി ലോഞ്ച് ഒക്കെ നമ്മൾ കണ്ടു. മക്കൾക്ക് എവിടെ പോയാലും അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ മനസ്സിലാക്കി. ഇനി വരുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോർ ടീമാണ് നമ്മുടെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ്. അതായത് മക്കൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയലും നിങ്ങളുടെ ഡെയിലി എക്സാംസും നിങ്ങളുടെ മൊഡ്യൂൾ ടെസ്റ്റുകളിലും ഒക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതിനുള്ള മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൂഫ് റീഡ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ SMEs. അപ്പോൾ നമുക്ക് സബ്ജക്ട് വൈസ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് അവർ ഇരിക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവരുടെ വർക്കിൽ ബിസിയാണ്. അപ്പോൾ ഓരോ ടീമും ഇത്രയും എഫിഷ്യൻ്റ് ആയി ഓർഗനൈസ്ഡ് ആയി വർക്ക് ചെയ്യുന്നത് തന്നെയാണ് സൈലത്തിന്റെ വിജയ രഹസ്യം. അപ്പോൾ നമ്മൾ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിനെ കണ്ടു, നിങ്ങളുടെ കണ്ടന്റ് ക്യൂറേറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡിയോസിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നടത്തി വരുന്ന നമ്മുടെ സ്റ്റുഡിയോസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് 5th ഫ്ലോറിലെ സ്റ്റുഡിയോയാണ്. ഇതുപോലെ തന്നെ 4th ഫ്ലോറിലും നമുക്ക് സ്റ്റുഡിയോസ് ഉണ്ട്. ആ ഒരു ഫ്ലോറിന്റെ ഒരു എൻറ്റയർ സൈഡ് നമ്മുടെ ഓൺലൈൻ വിങ് തന്നെയാണ്. ഓൺലൈൻ ടീച്ചേഴ്സിന്റെ ലോഞ്ച് ഫോളോഡ് ബൈ ദ സ്റ്റുഡിയോസ്. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഈ 2 ഫ്ലോറുകളിലുമായിട്ട് കണ്ടക്ട് ചെയ്യുന്നു. മക്കൾക്കറിയാം നമ്മളുടെ നീറ്റ് JEE ക്ലാസ്സസ് മാത്രമല്ല, സൈലത്തിന്റെ ബാക്കി ഒരുപാട് കോഴ്സസ് ഉണ്ട്. എല്ലാ ഓൺലൈൻ ക്ലാസ്സസും സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നത് ഈ സ്റ്റുഡിയോസിലൂടെയാണ്. ഇനി ഈ ക്യാമ്പസിൽ മാത്രമല്ല, സൈലത്തിന് വേറെ ഒരുപാട് ക്യാമ്പസുകളും കാലിക്കറ്റിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്റ്റുഡിയോസ് ഉണ്ട്, ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് സക്സസ്ഫുൾ ആയിട്ട് നടക്കാനായിട്ട്. സോ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ 5th ഫ്ലോറിലാണ്. നമ്മുടെ ഈ 5ാം നിലയിലാണ് സൈലത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉള്ളതെന്ന് നമുക്കൊക്കെ അറിയാലോ. അപ്പൊ ഇവിടെ നമ്മുടെ ഡയറക്ടേഴ്സ്, CEO, അതുപോലെ നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീംസ്, നമ്മുടെ ഡിജിറ്റൽ ടീം, അങ്ങനെ ഒരുപാട് പേര്, അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ഒക്കെ നമ്മുടെ ഈ ഫ്ലോറിൽ എപ്പോഴും തന്നെ ഉണ്ടാകും. അവരൊക്കെ ഇരിക്കുന്നതും ഈ ഫ്ലോറിലാണ്. അപ്പോൾ ഈ ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾക്കൊന്ന് കണ്ടറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ LK സാറിന്റെ റൂമാണ് ഇത്. അതുപോലെ നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റ് ടീംസും ഒക്കെ ഈ ഫ്ലോറിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലോറിൽ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള കോൺഫറൻസ് ഹാളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ 5th ഫ്ലോറിലെ വിശേഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മളിവിടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി കാണുകയാണ്. നമുക്കറിയാം നമ്മുടെ ഡിജിറ്റൽ ടീം ഇരിക്കുന്ന എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ എൻറ്റയർ ടീം അവരുടെ വർക്ക് പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഇവിടെയാണ്. അതുപോലെ ക്രിയേറ്റീവ് ടീമിന്റെ ഒരു ഭാഗവും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡിസൈൻ ടീം ഇരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്.
അപ്പോൾ ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്യുന്ന വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അതായത് നമ്മുടെ ഇത്രയും ബിസി ആയിട്ടുള്ള ഹൈബ്രിഡ് ക്യാമ്പസിന്റെ മുകളിൽ നമുക്ക് ഇത്രയും എഫക്റ്റീവായി വർക്ക് ചെയ്യുന്ന നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ടെന്ന്. നമ്മുടെ അക്കൗണ്ട്സ് ടീം ഫംഗ്ഷൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് നമ്മുടെ അനാലിറ്റിക്സ് ടീം. അതുപോലെ നമ്മുടെ മീറ്റിങ്ങുകളും സൗകര്യങ്ങളും ഒക്കെ നടത്താനായിട്ട്, ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമുക്കിവിടെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട്. പിന്നെ നമ്മുടെ വിനീഷ് സാറിന്റെ ക്യാബിനാണ് ഇത്. ഇവിടെയാണ് സാർ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിലെ നമ്മുടെ 5th ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ മിനിമായിട്ടുള്ള ആ ഫ്ലോറിൽ തന്നെ നമുക്കൊരു സിക്ക് റൂമും കൂടി ഉണ്ട്. മക്കൾക്ക് എന്തെങ്കിലും വയ്യായികയോ ക്ഷീണോ ഒക്കെ വന്നാൽ റെസ്റ്റ് എടുക്കാനായിട്ട് പുറത്തേക്ക് പോകണ്ട, നമ്മുടെ ക്യാമ്പസിൽ തന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സിക്ക് റൂം ഉണ്ട്. അപ്പൊ ആ ഒരു ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓൺ കോൾ നമുക്ക് ഇവിടെ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഒക്കെ വയ്യായിക ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവരുണ്ടാകും. ഇനി മെന്റൽ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്ന മക്കൾക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു കൗൺസിലർ എപ്പോഴും ക്യാമ്പസിൽ ഉണ്ടാകും. ഓൺ കോൾ നമ്മുടെ ക്യാമ്പസിൽ കൗൺസിലർ വന്ന് നിങ്ങളുടെ കൺസേൺസിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് തരുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമ്പസിലെ ഹൈബ്രിഡ് ക്യാമ്പസിലെ വിശേഷങ്ങൾ. മക്കളെ ഈ ക്യാമ്പസിലേക്ക് എല്ലാവരും വരിക. ഇങ്ങനെയുള്ള സ്റ്റഡി ഫെസിലിറ്റി ഒക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. ഇത് എല്ലാവർക്കും ലഭിക്കുന്ന അവസരമല്ല. നല്ലപോലെ പഠിക്കുക. സൈലത്തിന്റെ ക്യാമ്പസിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാത്തവർ നമ്മുടെ ഹൈബ്രിഡ് ബാച്ചസിലേക്ക് അഡ്മിഷൻ എടുത്ത് ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ സീ യു ഓൾ അറ്റ് ദ ക്യാമ്പസ്. ബൈ.